രജത്ത് തിരുവനന്തപുരം സ്വദേശിയാണ്. തിരുവനന്തപുരത്ത് തന്നെ എണ്ണം പറഞ്ഞ് തിരുവനന്തപുരത്തിൻ്റെ ഭയങ്കര അഭിമാനമായിട്ടുള്ള ലയോള സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ ഇതിനു മുമ്പ് ലയോള സ്കൂൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് പൃഥ്വിരാജ് പഠിച്ച സ്കൂളാണല്ലേ? അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളി പഠിച്ചിട്ടില്ല, പുള്ളി അവിടുത്തെ എന്തോ കോമ്പറ്റീഷൻ ഒരു കോമ്പറ്റീഷനാണ് ലാ ഫെസ്റ്റ്. അതായത് തിരുവനന്തപുരത്തെ കോമ്പറ്റീഷൻസ് എടുത്താൽ നിസ്സംശയം പറയാം ലാ ഫെസ്റ്റ് ഇസ് ദ ബെസ്റ്റ്. അപ്പോൾ അത് ജയിച്ചതിലൂടെയാണ് പുള്ളിക്ക് ആ ഒരു സ്റ്റാർട്ട് വന്നേ കിട്ടിയതും. മേ ബി അത് ജയിച്ചത് കൊണ്ട് പുള്ളിയുടെ കാലിബർ നമുക്ക് ഇപ്പോഴും അങ്ങനെ. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം യുവർ ഫൗണ്ടേഷൻ, റൈറ്റ്? എന്തായിരുന്നു ലയോള സ്കൂളിലെ ഒരു എക്സ്പീരിയൻസ്? സർ, എന്നെ ഞാനാക്കി തീർത്തതിലൊരു വലിയൊരു പങ്കല്ല, 100% വഹിച്ചിരിക്കുന്ന എൻ്റെ ടീച്ചേഴ്സും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ സ്കൂളിലുള്ള ആൾക്കാരുമാണ്. ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ മേ ബി വൺ ഓഫ് ദ ഫസ്റ്റ് പീപ്പിൾ ടു കോൾ വർ മൈ ഫ്രണ്ട്സ്. അതുമാത്രമല്ല, ടീച്ചേഴ്സ്, ഐ മീൻ നിസ്സംശയം പറഞ്ഞു തിരുവനന്തപുരം വൺ ഓഫ് ദ ബെസ്റ്റ് ടീച്ചേഴ്സ് അവിടെയാണ് ഉള്ളത്. അതിൻ്റെ ഞാൻ വെറുതെ പറയുന്നതല്ല അത്. കാര്യം 8, 9, 10 നമ്മൾ ജോഗ്രഫി, ഹിസ്റ്ററി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച ടീച്ചർമാരുടെ ക്ലാസ്സുകൾ എനിക്ക് ഇപ്പോഴും വളരെ ക്ലിയർ ആയിട്ട് എൻ്റെ മനസ്സിലുണ്ട്, അവർ പറയുന്ന കാര്യങ്ങളും അതുമൊക്കെ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം 2020 ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു 2 മാസമൊക്കെ പഠിച്ചിട്ടാണ് ഞാനത് എഴുതിയത്. ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റുകൾക്ക് ഞാനങ്ങനെ ജോഗ്രഫി അതൊന്നും എനിക്ക് വലിയ ഇതൊന്നുമില്ല. ആ ടീച്ചർമാർ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മേ ബി അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ കയറിപ്പോയതും. പിന്നെ അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്താനും സാധിക്കുക. അതുകൊണ്ട് ഐ ഓ കംപ്ലീറ്റ്ലി മൈ അച്ചീവ്മെൻറ്റ്സ് എവറിത്തിങ് ടു ലയോള സ്കൂൾ. ബട്ട് ലയോളയിൽ രജത്ത് ഇപ്പോൾ അക്കാഡമിക്സിനെ പറ്റി പറഞ്ഞു. ഐ തിങ്ക് ലയോള ഈസ് ഈക്വലി സ്ട്രോങ് ഫോർ ഓൾ ദ നോൺ അക്കാഡമിക് ആക്ടിവിറ്റീസ് ലൈക്ക് കോ-കരിക്കുലർ ആക്ടിവിറ്റീസ്, റൈറ്റ്? അതെ. അപ്പോൾ സ്കൂളിൽ ക്യൂസിംഗ് പോലുള്ള ഹോബീസിൽ ഞാൻ പണ്ടുപോലെ ഇൻവോൾവ് ആയിരുന്നു. അതുമാത്രമല്ല, ലീഡർഷിപ്പ് എന്താണെന്ന് എന്നെ പഠിപ്പിക്കുന്ന സ്കൂളാണ്. പണ്ട് മുതലേ ഒരുപാട് ടീംസിനെ ലീഡ് ചെയ്യുക, ഇവൻ നമ്മൾ ക്ലാസ് ലീഡർ പോലുള്ള പൊസിഷൻസിലൊക്കെ നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ അന്ന് മുതലേ ഒരു ലീഡർഷിപ്പ് എന്താണെന്നുള്ളൊരു ആ ഒരു വാല്യൂസ് നമ്മളിൽ ഇംബൈബ് ചെയ്യാൻ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മളിവിടെ ഇരിക്കുമ്പോഴത്തേക്കും അത് വരുന്നതെന്ന് വെച്ചാൽ ആ സ്കൂളിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ്.